യഥാർത്ഥത്തിൽ ജീവൻ ഉണ്ടോ എന്നൊരു ചോദ്യം, വലിയൊരു ചോദ്യം ഉണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മളൊക്കെ മരിക്കുമ്പോൾ ജീവൻ എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ ശരീരത്തു നിന്ന് പുറത്തേക്ക് പോയി, അത് ഓരോ ദിവസം ഓരോ ലോകത്തിലൂടെ കടന്നുപോയി 15-ാമത്തെ ദിവസം 16-ാമത്തെ ദിവസം ഓരോ തലത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബലിയിടണം. അപ്പോൾ അത് ഓരോ തലത്തിലേക്ക് എത്തിച്ചേരും. പിന്നെ ഒരു പിതൃലോകത്തിൽ ചെല്ലും. പിന്നെ ഓരോ വർഷം കൂടുമ്പോൾ ബലിയിടണം. ഇതൊക്കെ ജീവൻ എന്നൊരു ചൈതന്യത്തിനെ മുന്നോട്ട് ഇങ്ങനെ അവർക്ക് പുരോഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ, ആചാരം മാത്രമാണ്. ഇവിടെ ഒരു ചോദ്യം, ഞാൻ ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ യുക്തിചിന്തയാണ്, ചോദ്യങ്ങളാണ് ഗുരുവിനോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ അന്യമായിട്ട് ഇല്ലെങ്കിൽ ഭിന്നങ്ങളായിട്ട് കുറേ ജീവന്മാരുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ഹിന്ദു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ജന്മം, പുനർജന്മം, മരണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് മായയുടെ തലത്തിലാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ ആഴത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ഇവിടെ ബ്രഹ്മം മാത്രമാണ്, ബ്രഹ്മമയമാണ്, ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല എന്നൊക്കെ ശാസ്ത്രം പറയുമ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് ഒരു ജീവൻ ഉണ്ടാവുമോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ടൊരു ജീവന് വരാനും പോവാനും സാധിക്കണമെങ്കിൽ ബ്രഹ്മമില്ലാത്തൊരു സ്ഥലം വേണം. ഗ്യാപ്പ്, സാധാരണ ഭാഷ പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ വരാൻ പറ്റുള്ളൂ. മനുഷ്യന്മാർ മാത്രമല്ലല്ലോ, ബാക്കി എന്തെല്ലാം മൃഗങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ജീവൻ വന്നു പോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, എല്ലാം ബ്രഹ്മമായിരിക്കുന്ന അവസ്ഥയിൽ വന്നു പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പോൾ അവിടെ ജീവൻ ഉണ്ടോ എന്നൊരു ചോദ്യം വളരെ സൂക്ഷ്മത്തിൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. എന്താണ് ജീവൻ എന്നുള്ളത്? മരിക്കുമ്പോൾ വിട്ടുപോകുന്നൊരു ജീവനുണ്ട്, ജനിക്കുമ്പോൾ പുതിയതായിട്ടൊരു ജീവൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ വേറൊരു ചോദ്യം കൂടി വരുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഒരു മരത്തിനൊക്കെ ജീവനുണ്ട്, ഇത് ആർക്കും സംശയമില്ല. മരത്തിന് ജീവനുള്ളതുകൊണ്ട് അത് മരത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. ചില മരങ്ങൾ കൊമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ അത് വളർന്നു വരും. അപ്പോൾ അതിൻ്റെ ജീവൻ എവിടെ നിന്ന് വന്നു? കൊമ്പ് മുറിച്ചിട്ടുണ്ടായ മരത്തിൻ്റെ ജീവൻ എവിടെ നിന്ന് വന്നു? അപ്പോൾ നമുക്കൊരൊറ്റ ചോദ്യം പറയാം, ഒരു ഉത്തരേ കിട്ടുള്ളൂ. ഈ ജീവൻ സ്പ്ലിറ്റായി, വിഭജിച്ചിട്ട് മറ്റൊരു ജീവനായി. ജീവൻ സ്പ്ലിറ്റ് ആവില്ലല്ലോ. ജീവൻ അങ്ങനെ വേർതിരിച്ച് പോകണമെങ്കിൽ ഒരു വ്യക്തിയുടെ കൈ മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവൻ മുറിഞ്ഞിട്ട് മുറിഞ്ഞ കൈ അവിടുന്ന് വരണം. അപ്പോൾ അവിടെ മുറിയുന്നില്ല. കൈ മുറിഞ്ഞു പോയൊരു വ്യക്തിയോടും നിങ്ങളിലെ ഞാൻ എന്ന ബോധം മുറിഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നേ പറയുള്ളൂ. പൂർണ്ണത അവിടെയുണ്ട്. ശരീരം മുറിഞ്ഞു പോയി, അത് വേറെ, അത് ചൈതന്യമില്ലാതെ ജീർണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെയൊക്കെ വേറെ വേറെ ജീവനുണ്ട് എന്ന വാദത്തിനെ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ജീവൻ എന്താണ് എന്നതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ബ്രഹ്മത്തിൽ ദേഹങ്ങളുണ്ട്. ഈ ദേഹം പ്രകടമാകുന്നു, ഓരോന്നും പ്രകടമാകുന്നു. ദേഹവുമായിട്ട് താതാത്മ്യമുള്ള പരമാത്മ ചൈതന്യത്തിന് നമ്മൾ പറഞ്ഞിരിക്കുന്ന പേരാണ് ജീവൻ എന്നുള്ളത്. അത് താതാത്മ്യം, ഐഡൻറ്റിഫിക്കേഷനാണ്. ഇപ്പം ബ്രഹ്മത്തിന്, ആത്മാവിന് ഈ ശരീരത്തിനോട് താതാത്മ്യമുണ്ടാകുമ്പോൾ, ഞാൻ ശരീരമാണ് എന്ന് തോന്നുമ്പോൾ ആ ആത്മാവിന്, അത്രയും ആത്മാംശത്തിന് പറയുന്ന പേരാണ് ജീവൻ എന്നുള്ളത്. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയിരിക്കണം. ഇല്ലെങ്കിൽ ഉപനിഷത്ത് പഠനമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും പഴയ പോലെ ആയിപ്പോകും. ഇങ്ങനെ അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഭഗവാൻ പറയുന്നു, മയാ തദമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന എന്ന് ഭഗവാൻ പറഞ്ഞു. ഇവിടെ ഞാനല്ലാതെ ഒന്നുമില്ല. ഈശാവാസ്യം ഇതം സർവം എന്ന് വേറെ ഉപനിഷത്ത്, ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നു അല്ലേ? പുരുഷ ഏവേദകം സർവം, പുരുഷസൂക്തം പറയണം.
അപ്പോൾ ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് ജീവനില്ല. ജീവൻ എന്നൊരു വസ്തുവിനെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ അത് ബ്രഹ്മം തന്നെയാണ്. അങ്ങനെ സങ്കല്പിക്കാൻ കാരണം ബ്രഹ്മത്തിന് ദേഹവുമായിട്ടുള്ള താതാത്മ്യമാണ്. ഈ താതാത്മ്യത്തിന് നമ്മൾ പറയുന്ന പേരാണ് അജ്ഞാനം, മായ, അവിദ്യ, ഇങ്ങനെയൊക്കെ ഓരോ പേര്. അപ്പോൾ അജ്ഞാനത്തിൻ്റെ തലത്തിൽ മാത്രമേ ജീവനുള്ളൂ. ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ന ജായതേ മ്രിയതേവ കഥാചിത് നായം ഭൂത്വ ഭവിതാവാന ഭൂയഃ എന്ന് പറഞ്ഞു. ഞാൻ ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നിന്നിട്ട് പോയി എന്നുള്ള അവസ്ഥയുണ്ടായിട്ടില്ല, ഞാൻ എപ്പോഴുമുണ്ട്. അവിടെ ഭഗവാൻ പരമാത്മാവിൻ്റെ തലത്തിൽ നിന്നിട്ടാണ് പറയുന്നത്. എന്നിട്ട് അർജുനൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നു, അർജുന നിൻ്റെ തലത്തിലേക്ക് വന്ന് പറയുകയാണെങ്കിൽ, അർജുനൻ്റെ തലം അജ്ഞാനികളുടെ തലമാണ്, അറിവില്ലായ്മയുടെ തലമാണ്. അത് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇങ്ങനെ ജനന മരണങ്ങളുണ്ട് എന്നാണ് നീ കരുതുന്നതെങ്കിൽ അപ്പോഴും നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. കാരണം എന്താണ്? ജാതസ്യ ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യ. ജനിച്ചതിനൊക്കെ മരണമുണ്ട്, മരിച്ചതിനൊക്കെ ജന്മവുമുണ്ട്. ഈ ശ്ലോകം എടുത്തു വെച്ചിട്ട് ആൾക്കാർ ജനിച്ചു മരിച്ചു പുനർജനിച്ചു എന്നൊക്കെ പറയും. നമ്മൾ പറയാൻ വിട്ടുപോകുന്നത് അർജുനൻ്റെ തലത്തിലാണ് ഭഗവാൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അജ്ഞാനികളുടെ തലത്തിൽ അതുണ്ട്. ആത്മജ്ഞാനികളുടെ തലത്തിൽ ജനനമോ മരണമോ ഉണ്ടായിട്ടില്ല. കാരണം അവർ ആത്മബോധത്തിൽ നിഷ്ഠരാണ്. നമ്മൾ ജീവബോധത്തിലാണ്, ദേഹവുമായിട്ട് താതാത്മ്യമുള്ളവരാണ്. ഞാൻ ദേഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരാണ്. ആ തെറ്റിദ്ധാരണ ഉള്ളിടത്തോളം കാലം ദേഹബോധം, ഈ ദേഹം സത്യമാണ് എന്ന അജ്ഞാനത്തിൽ ഉറച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ജീവൻ എന്ന ഒരു അജ്ഞാനവുമായിട്ട് ചേർന്നിരിക്കുന്നു. ഞാൻ ജീവനാണ് ജീവനാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ജീവൻ പറഞ്ഞു വന്നത്? ജീവൻ എന്ന് വിചാരിക്കുന്നത് തെറ്റില്ല. ഈ ജീവൻ എന്താണ് എന്ന് അന്വേഷിക്കൂ. ജീവൻ വന്നുപോയി പുനർജനിച്ചു എന്നൊക്കെ പറയണം. ജീവൻ വന്നുപോയി, ഈ വന്നുപോയിരിക്കുന്ന ജീവൻ എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയല്ലോ, ഒന്നാമത്തെ ദിവസം ഇന്ന സ്ഥലത്തെത്തി, മരണത്തിന് ശേഷം രണ്ടാമത്തെ ദിവസം ഇന്ന സ്ഥലത്തെത്തി, പിതൃലോകത്തിലെത്തി. പിതൃലോകം എവിടെയാണ്? അവിടെ എത്ര പിതൃക്കളുണ്ട്? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം. ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഹൈന്ദവ ശാസ്ത്രം സനാതന ധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ കൃത്യമായ ഉത്തരവും ഈ ശാസ്ത്രത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉത്തരം തത്വം പറഞ്ഞു തന്നു, തിയറി മാത്രം പറഞ്ഞു തന്നു എന്നല്ല. ഈ തിയറി എങ്ങനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാം, ആ തലത്തിലേക്ക് എത്താം, അങ്ങനെ യോഗശാസ്ത്രം ഓരോ തലത്തിലും, അത് അറിവിൻ്റെ വഴിയിലൂടെ ആവാം, ആചാരങ്ങളുടെ വഴിയിലൂടെ ആവാം, ഭക്തിയിലൂടെ ആവാം, യുക്തിയിലൂടെ ആവാം, യോഗമാർഗങ്ങളിലൂടെ ആവാം, ഇഷ്ടംപോലെ വഴികൾ, പാതകൾ പലതാണ്. എത്തിച്ചേരുന്നത് ഒരു തലമാണ്. എന്താണ് ലക്ഷ്യം? അജ്ഞാനനാശം. സ്വാധ്യായം ചെയ്യുന്ന എന്തിനാണ്? അജ്ഞാനനാശം. പൂജിക്കുന്ന എന്തിനാണ്? അജ്ഞാനനാശം. അപ്പോൾ ഇതിനെ കഥാരൂപത്തിലൊക്കെ പറയുമ്പം ദൈവം പ്രസാദിച്ചു, വരം തന്നു എന്നൊക്കെ പറയും. അതൊക്കെ ആവശ്യമാണ്. കാരണം ഈ ശരീരം സത്യമാണ്, ഞാനെന്നൊരു ആളുണ്ട് എന്നൊരു ബോധത്തിലാണ് നമ്മളിപ്പോൾ. അജ്ഞാനത്തിൽ ഉറച്ചിരിക്കുന്നിടത്തോളം കാലം, ദേഹബോധം ഉള്ളിടത്തോളം കാലം, ഈ കാണുന്ന ജഗത്ത് സത്യമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നിടത്തോളം കാലം ജീവൻ എന്നൊരു വസ്തുവിനെ നമ്മൾ അംഗീകരിക്കുന്നു. എന്തിനാണ് അംഗീകരിക്കുന്നത്? ജീവൻ എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ജീവൻ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴേ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ, ഇതിപ്പോൾ തൈത്തിരീയ ഉപനിഷത്തിൽ ആ അന്വേഷണമാണ് പറയുന്നത്. ഓരോ ദേഹവുമായുള്ള താതാത്മ്യം. ആദ്യം ഈ അന്നമയ കോശം, ഈ കാണുന്ന ശരീരത്തിനെ കുറിച്ച് പറയുന്നു. പിന്നെ ഇതിനകത്തുള്ള പ്രാണശക്തിയെക്കുറിച്ച് പറയുന്നു, മനസ്സിനെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ ഉള്ളിലുള്ള ബുദ്ധിയെക്കുറിച്ച് പറയുന്നു, അതിനകത്തുള്ള ആനന്ദ അവസ്ഥയെക്കുറിച്ച് പറയുന്നു, അതിനും ഉള്ളിലുള്ള ആത്മാവിനെക്കുറിച്ച് പറയുന്നു. അതെന്താണ് എന്ന് അറിഞ്ഞ നിമിഷം ജീവത്വം എന്ന അജ്ഞാനം ഇല്ലാണ്ട് പിന്നെ ആത്മതത്വം മാത്രമേ ഉള്ളൂ. അപ്പോൾ ജീവന് നാശമുണ്ടോ എന്ന് ചോദിച്ചാൽ, അറിവിൻ്റെ ഏറ്റവും ഉന്നതമായ തലങ്ങളിൽ ജീവത്വം ഇല്ലാതെയായി ആത്മതത്വം മാത്രമേ ഉള്ളൂ. അതുവരെ നമ്മൾ ജീവനെ ഒരു ഉപാധിയായിട്ട്, ആത്മതത്വത്തിലെത്താനുള്ള ഉപാധിയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. മട്ടുപ്പാവിലേക്ക് കയറാൻ കോണിപ്പടികൾ ഉള്ളതുപോലെ ലക്ഷ്യം കോണിപ്പടിയിൽ നിൽക്കുക എന്നുള്ളതല്ല, കോണിപ്പടി കയറി മട്ടുപ്പാവിലെത്തുക എന്നുള്ളതാണ്.
ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നത് അങ്ങനെയാണ്. കോണിപ്പടികൾ കയറി ഞാൻ മട്ടുപ്പാവിലെത്തിയപ്പോൾ മട്ടുപ്പാവും ചുണ്ണാമ്പ് കല്ല്, കോണിപ്പടികളും ചുണ്ണാമ്പ് കല്ല് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നായിരിക്കുന്ന അവസ്ഥ. ആ തലത്തിൽ നോക്കുമ്പോൾ ഒന്നും വ്യത്യാസമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ഒരു വേദാന്തം പഠിക്കുന്ന അല്ലെങ്കിൽ അദ്വൈത ദർശനത്തിൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന ഒരു സാധകൻ എന്ന നിലയ്ക്ക് നമ്മൾ ആത്മാന്വേഷണത്തിനുള്ള ഉപാധി മാത്രമാണ് ജീവൻ എന്ന പദം. ഓരോ ശരീരത്തിലും സെപ്പറേറ്റായിട്ട് ഭിന്നമായ ജീവൻ എന്ന വേറൊരു വസ്തു ഇല്ല. അങ്ങനെ വന്നു നിൽക്കാനുള്ള യാതൊരു അവസ്ഥയുമില്ല, സാധ്യതയുമില്ല. കാരണം എങ്ങും ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടാമതായി മറ്റൊന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മത്തിൽ നിന്നാണ് ജീവൻ എന്നൊരവസ്ഥയുണ്ടെങ്കിൽ ജീവൻ എന്നത് ബ്രഹ്മം തന്നെയാണ്. ഇത് നമ്മളെപ്പോഴും ഓർമ്മിക്കാനുണ്ട്. പലപ്പോഴും ഇന്നലെയും ഈ ചോദ്യം വന്നു എൻ്റെ അടുത്ത്. അല്ല, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു എന്ന് ജാതകം നോക്കിയിട്ടൊന്ന് പറഞ്ഞു തരുമെന്ന്. കഴിഞ്ഞ ജന്മത്തിൽ എന്തായാലും എന്താണ് നമുക്ക് ഇവിടെ ഇരുന്ന് തിരുത്താൻ പറ്റുമോ? അല്ല, പലരുടെയും മനസ്സിലെ ചോദ്യമാണ് കഴിഞ്ഞ ജന്മത്തിൽ എന്തിനാണെന്ന് അറിയുന്നത്. മുന്നോട്ടുള്ളത് ആലോചിക്കുക. ഞാനിപ്പോൾ എന്താണ്, ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത്, ഇത്രയും ചോദിക്കാനുള്ളൂ. ഈ നിമിഷം ഞാനുണ്ട്, അതാണ് സത്യാവസ്ഥ. അടുത്ത നിമിഷം ഞാനുണ്ടോ അറിയില്ല, പ്രതീക്ഷകൾ മാത്രമാണ്. അത് നമ്മൾ വിചാരിക്കണുണ്ടാവുന്നു. പക്ഷെ എന്തിനാണ് ഈ മനുഷ്യാനുഭവം തന്നിരിക്കുന്നത്? സ്വരൂപത്തെ അറിയാൻ. അത് ഞാൻ ചെയ്യുന്നുണ്ടോ? ആത്മാന്വേഷണം നടക്കുന്നുണ്ടോ? ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉപാധിയാണ് ജീവൻ എന്നുള്ളത്. അപ്പോൾ അതിന് ധ്യാനം വേണം, തത്വങ്ങൾ അറിയണം. ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തിനകത്ത് ചൈതന്യമുണ്ട്, ജീവചൈതന്യമുണ്ട് എന്ന് ധ്യാനിച്ച് ഉറപ്പിച്ച് അതിൻ്റെ സ്വരൂപം എന്താണ് എന്നറിയൂ.